പ്രിയപ്പെട്ട കാരാട്ട് റസാഖ് സാഹിബിനോട് അദ്ദേഹം മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് വരാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപാധികളുണ്ടോ എന്നൊരു ചോദ്യം അദ്ദേഹത്തോട് സഹപ്രവർത്തകർ ചോദിക്കുകയുണ്ടായി. നമ്മുടെ നേതാക്കന്മാരോട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എനിക്ക് ഒറ്റ ഉപാധിയുണ്ട്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ പച്ച പതാക പുതപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ഉപാധി എന്നുള്ളതാണ്. അപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചു, അത് ശരിയാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്, എങ്കിലും എന്തെങ്കിലും പദവിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു താല്പര്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു കസേരയുണ്ട്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്, ഇനി 3 കൊല്ലം ആ പദവിയിലിരിക്കാൻ എനിക്ക് സാധിക്കും, ഒരാൾക്കും എന്നെ പുറത്താക്കാൻ കഴിയില്ല. ഒരു പിച്ചളപ്പിന്ന് പോലെ അത് വലിച്ചെറിയാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് ചേരാൻ ഞാൻ തീരുമാനമെടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാഗ്രഹവുമില്ലാതെ, ഒരു ഉപാധിയുമില്ലാതെ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന, ഈ മുന്നണിയിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ കാരാട്ട് റസാഖ് സാഹിബ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ആശങ്കയുണ്ട് 51 വിട്ടുമോ. പ്രിയപ്പെട്ട കാരാട്ട് റസാഖ് സാഹിബിനോട് ഈ 100 കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പറയാനുള്ളത്, കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് മാത്രമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്. ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. കൊടുവള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആലോചന എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്, ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്, ജീവിതത്തിൽ ആദ്യമായി ഒരു ജനപ്രതിനിധിയായത്, ജനപ്രതിനിധി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഈ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ചെക്കാലക്കൽ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ ലീഡറായിട്ടാണ് എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഒരു ജനപ്രതിനിധിയാവാൻ വീണ്ടും ഈ കൊടുവള്ളി മണ്ഡലത്തിൽ പാർട്ടി എനിക്കൊരു അവസരം നൽകിയതിന് ഞാൻ സർവശക്തനെ സ്തുതിക്കുകയാണ്. എൻ്റെ പാർട്ടിയോട് ആത്മാർത്ഥമായ അഭിനന്ദനവും കടപ്പാടും ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഈ കൊടുവള്ളി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ എനിക്ക് കുറെ കൗതുകമുള്ളൊരു ഓർമ്മയാണ്. കൊടുവള്ളിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് 2 വീലർ ഉള്ളത് കൊടുവള്ളിക്കാർക്കാണ്. എൻ്റെ ഒന്നും നാട്ടിൽ ഒരാൾക്ക് പോലും 2 വീലർ ഇല്ലാത്ത കാലത്ത് കൊടുവള്ളിയിലെ എല്ലാ ചെറുപ്പക്കാർക്കും 2 വീലർ. എങ്ങനെയാ അവർക്ക് 2 വീലർ ഉണ്ടാകുന്നത്? സൈക്കിൾ എന്നാണ് പറയാം. ഞങ്ങൾക്ക് ഇവർ വളരെ സിമ്പിളായിട്ട്, ഞങ്ങൾ സൈക്കിൾ എന്ന് പറയുന്നത് സാധാ സൈക്കിളാണ്, ഇവിടെ 2 വീലറിന് സൈക്കിൾ എന്നാ പറയാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. എങ്ങനെയാണ്? എല്ലാവരും അധ്വാനശീലരാണ്, റിസ്ക് എടുക്കാൻ, ബിസിനസ് ചെയ്യാൻ, അങ്ങനെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന, പഠിക്കുമ്പോൾ തന്നെ ബിസിനസ് ചെയ്യുന്ന, വാഹനം സ്വന്തമായി ഉടമസ്ഥതയുള്ള ചെറുപ്പക്കാരുള്ള ഒരു പ്രദേശം രശ്മി കോളേജ് നമ്മുടെ ഒരു കൗതുകമാണ്. ഒരു നല്ല ഫുട്ബോൾ മത്സരം കാണണമെങ്കിൽ, കൊയപ്പ ഫുട്ബോൾ മത്സരം കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഫിനിക്സിന്റെ ഫുട്ബോൾ മത്സരം കാണണമെങ്കിൽ ഈ പുഴയോരത്ത് വരണം. ഫുട്ബോൾ മാത്രമല്ല, കൊടുവള്ളിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫുട്ബോൾ മാത്രമല്ല, നല്ല വോളിബോൾ കളിക്കാറുള്ളത് പരപ്പൻപൊയിൽ. ഇന്നലെ ഇന്ത്യൻ ഫുട്ബോൾ താരമായ കിഷോർ കുമാറുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. പരപ്പൻപൊയിലിന് മാത്രം 100 കണക്കിന് വോളിബോൾ താരങ്ങളുണ്ട്. ഈ പരപ്പൻപൊയിൽ നിന്നാണ് ഇന്ത്യൻ വോളിബോളിലേക്ക് ഒരാൾ പോയത്, കിഷോർ കുമാർ. നരിക്കുനി വോളിബോളിന്റെ കേന്ദ്രമാണ്. പിന്നെ ഒരു ഡാൻസ് കാണണമെങ്കിൽ കൊടുവള്ളിയിൽ വേറെ ഉമ്പാറ്റ, അല്ലേ? ഞങ്ങൾ കുട്ടിക്കാലത്ത് ഉമ്പാറ്റയുടെ ഡാൻസ് കാണാന്ന് പറഞ്ഞാൽ ഈ കൊടുവള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അത് കാണാൻ വേണ്ടി ഞാനൊക്കെ എത്രയോ വന്നിട്ടുണ്ട്. ഉമ്പാറ്റ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ലൈവാണ്. അങ്ങനെ എന്തെല്ലാം കൗതുകമാണ് ഈ കൊടുവള്ളിയെ കുറിച്ച് ആലോചിക്കാനുള്ളത്. ഇനി നിങ്ങൾ നോക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പോയി നരിക്കുനിയിലെ എരവന്നൂര്, അവിടെ പിന്നെ എന്താണ് ഒരു നരസിംഹ സുദർശന ക്ഷേത്രം കേരളത്തിലെ ഒറ്റ പ്രതിഷ്ഠയാണ്. 4000-ലേറെ കൊല്ലം പഴക്കം. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടെ പാണ്ഡവന്മാർ പ്രതിഷ്ഠ നടത്തി എന്നാണ് വിശ്വാസം. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഉമർ മാഷ്
ഗവൺമെന്റിന്റെ ഒരു ഫണ്ട് വാങ്ങിച്ചു കൊടുത്തതിനെ കുറിച്ചൊക്കെ വളരെ സന്തോഷത്തോടെ അവർ ഞങ്ങളുമായി പങ്കുവച്ചു. 4000-ലേറെ വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമുള്ള ഒരു പ്രദേശമാണ് ഈ കൊടുവള്ളി. മടവൂർ CM മക്കാം 10,000-കണക്കിന് തീർത്ഥാടകർ വരുന്ന ഒരു പ്രദേശമാണ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാനമുള്ളത് താമരശ്ശേരിയിലാണ്. ബിഷപ്പ് ഹൗസ്, താമരശ്ശേരി ബിഷപ്പ് ഹൗസ്. അങ്ങനെ എല്ലാ മതങ്ങളുടെയും ഓരോ കേന്ദ്രങ്ങൾ, ഒരു അടയാളമുള്ള ഒരു പ്രദേശം, അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഈ കൊടുവള്ളി. കൊടുവള്ളി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, ഞാൻ വെറുതെ കൊടുവള്ളിയുടെ ഒരു അർത്ഥം ChatGPT-യോട് ചോദിച്ചു. അപ്പോൾ അതിന് ശരിയായ അർത്ഥമാണെന്ന് എനിക്കറിയില്ല. കൊടുവേ വെള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. കൊടുവേ വെള്ളി എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ താഴ്വര എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നഗരി സുവർണ നഗരി മാത്രമല്ല, സുഗന്ധമുള്ള പുഷ്പങ്ങളുടെ താഴ്വര കൂടിയാണ് എന്ന് ChatGPT നമ്മൾ പറയുമ്പോൾ ഈ നാടിന്റെ ഒരു ഐക്യവും, ഈ നാടിന്റെ സാഹോദര്യവും, ഈ നാടിന്റെ പെരുമയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇവിടെ നിന്നും ജനപ്രതിനിധിയായാൽ ആദ്യം എന്നെ ഏൽപ്പിക്കുന്ന ചുമതല എന്നാണ് ഈ നാട്ടുകാരെ സാക്ഷി നിർത്തി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നരിക്കരി ചെന്നപ്പോ ഷീബ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കണ്ടു. ആ ഷീബ കൂൺ കൃഷി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. കോഴി ഫാം നടത്തിയിട്ട് 100-200 കോഴി ഫാം, കോഴിമുട്ട കൃഷി ചെയ്യുന്നു, അല്ല അതിന്റെ വിൽപ്പന നടത്തുന്നു. സ്ത്രീകളുടെ സംരംഭം. ഞാൻ ചോദിക്കുന്നത്, സ്ത്രീകളുടെ സംരംഭത്തിന് വേണ്ടി ഈ നാട് ഭരിക്കുന്ന സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? ഓരോ കൊല്ലം 1,00,000-ലധികം സംരംഭങ്ങൾ തുടങ്ങാൻ ഞങ്ങളിതായി ഇവർക്ക് സഹായങ്ങൾ ചെയ്യുന്നു എന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളിലെ 1-ാമത്തെ പേജിൽ പരസ്യം കൊടുക്കുന്ന ഈ നാട് ഭരിക്കുന്ന സർക്കാരിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സംരംഭം ഉണ്ടാക്കാൻ വേണ്ടി, സംരംഭകത്തെ ശീലം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ കൊടുവള്ളിയിൽ നിന്നും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ, ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് അവരുടെ സംരംഭകത്വ ശീലം പരിപോഷിപ്പിക്കാൻ വേണ്ടി, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളുമായി ഐക്യജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയങ്കരനായ ഡോക്ടർ MK മുനീർ സാഹിബ്, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ, ഉന്നതിയിലൂടെ ഈ നാട്ടിൽ നടപ്പിലാക്കി. കഴിഞ്ഞ 10 കൊല്ലമായി ഈ നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു സർക്കാരാണ് ഇന്ന് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിനെ താഴെ ഇറക്കി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവരെ മുന്നോട്ട് കൈപിടിച്ചുയർത്താൻ സെന്റർ ഫോർ എക്സലൻസ് പോലെയുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നമുക്ക് നടപ്പിലാക്കണം. പ്രിയങ്കരനായ കിഷോർ കുമാറിനെ ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല വോളിബോൾ ഗ്രൗണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈ കൊടുവള്ളിയിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലും ഇല്ല. നിങ്ങൾ ആലോചിക്കണം, ഈ കേരളത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് കളിക്കാൻ, നമ്മുടെ ചെറുപ്പക്കാർക്ക് വളരാൻ, കായിക രംഗത്ത് അവർക്ക് മുന്നോട്ട് കുതിക്കാൻ ഒരു നല്ല ഇൻഡോർ സ്റ്റേഡിയം പോലും ഇല്ല എന്ന് ഇന്ത്യക്ക് അഭിമാനമായ ഈ പരപ്പൻകോയിലെ കിഷോർ കുമാർ പരാതി പറയുമ്പോൾ നമുക്ക് ഈ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സ്പോർട്സ് മേഖലയിലും നമുക്ക് മാറ്റം ഉണ്ടാക്കണ്ടേ? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് സ്റ്റാർട്ടപ്പ് പോലെയുള്ള പദ്ധതികൾക്ക് നമുക്ക് സഹായങ്ങൾ നൽകണ്ടേ? അങ്ങനെ കുറെ ഭാവനാ സമ്പന്നമായ പദ്ധതികൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുമിച്ച് ജയിച്ചു കഴിഞ്ഞാൽ, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പലരും ചോദിക്കാറുണ്ട്, UDF ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? UDF-ന്റെ മുഖ്യമന്ത്രി ആരായിരിക്കും? UDF-ന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്, UDF-ന്റെ ഒരാൾ മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ ഈ നാട്ടിലെ ഒരാൾക്ക് പോലും സംശയമില്ല എന്ന് മാത്രമല്ല, ഒരു UDF-കാരൻ മുഖ്യമന്ത്രിയായാൽ ആ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു വീട്ടിൽ വന്നാൽ ചൂര കറി വെച്ച് കൊടുത്തതിന്റെ പേരിൽ ഒരു പാർട്ടി നേതാവിന്റെയും സ്ഥാനം നഷ്ടമായി പോകുമോ എന്ന് ഭയക്കേണ്ട ഒരു ഗതികേട് ഒരു മുഖ്യമന്ത്രി, UDF-ന്റെ മുഖ്യമന്ത്രി ഉണ്ടാക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. UDF-ന്റെ മുഖ്യമന്ത്രി ആരാകും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൈക്ക് ഓപ്പറേറ്റർ വന്ന് ആ മൈക്ക് ഒന്ന് നേരെയാക്കാൻ നോക്കിയാൽ ആ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രി ആയിരിക്കില്ല UDF-ന്റെ മുഖ്യമന്ത്രി എന്ന് ഈ നാടിന് ഉറപ്പ് നൽകാൻ
ഞങ്ങൾക്ക് സാധിക്കും. UDF മുഖ്യമന്ത്രി ആരാകും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. പക്ഷേ പ്രസംഗം നന്നായി എന്ന് ഏതെങ്കിലും ഒരു ആങ്കർ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാൽ അമ്മാതിരി വർത്തമാനമൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആ മുഖ്യമന്ത്രി ആങ്കറെ ആക്ഷേപിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി UDF മുഖ്യമന്ത്രി പെരുമാറില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാൻ കഴിയും. 4 വോട്ടിന് വേണ്ടി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ഈ നാട്ടിലെ മുസ്ലിമിനെയും ഈ നാട്ടിലെ ക്രൈസ്തവനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കില്ല UDF മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല, എത്ര തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും വർഗീയതയോട് നോ കോംപ്രമൈസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾക്ക് ഈ നാടിനെ ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ വാഗ്ദാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ കൊടുവള്ളിയിലെ വോട്ടർമാരോട് ഒറ്റ കാര്യം മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ കുറഞ്ഞ ദിവസമാണ്, പ്രിയങ്കരനായ KC അബുക്ക പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ വിരലെണ്ണാവുന്ന ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏതാണ്ട് 20 ദിവസം ഇല്ല, 2 ആഴ്ച മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏപ്രിൽ 9-ാം തീയതി വരെ പ്രിയപ്പെട്ടവരെ, UDF സാരഥി എന്ന നിലക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഏപ്രിൽ 9 വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അടുത്ത 5 വർഷം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളിൽ ഒരുവനായി, ഈ കൊടുവള്ളിക്കാരനായി നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന, നിങ്ങൾ സങ്കല്പിക്കുന്ന, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുവള്ളിക്കാരുടെ വലിയ പ്രശ്നമല്ലേ ഈ ട്രാഫിക്കിന്റെ പ്രശ്നം, ഈ ഗതാഗത കുരുക്ക്? നിങ്ങളൊന്ന് കർണാടകയിൽ ചെന്ന് നോക്ക്, നിങ്ങളൊന്ന് തമിഴ്നാട്ടിൽ ചെന്ന് നോക്ക്, എത്ര ഫ്ലൈ ഓവറുകളാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഫ്ലൈ ഓവറുകൾ കൊണ്ടുവന്ന് നമ്മുടെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നത്? നമ്മൾ അതിനെ കുറിച്ച് പഠിക്കേണ്ട. അങ്ങനെ ബദലുണ്ടാക്കി ഒരു വികസന ബദൽ രൂപീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഗതാഗത കുരുക്കടക്കം പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസനം ഈ നാട്ടിൽ നടപ്പിലാകണമെങ്കിൽ നമുക്ക് ഈ കൊടുവള്ളി മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം. അതുകൊണ്ട് പ്രിയപ്പെട്ട കാരാട്ട് റസാഖ് സാഹിബ് പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്തുള്ള കുന്നമംഗലം മണ്ഡലത്തിൽ നിന്ന് MA റസാഖ് മാഷും അതുപോലെ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്ന് കാസിം കായും മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഞങ്ങൾ 3 പേർക്കും, തൊട്ടടുത്ത മണ്ഡലം എന്ന നിലക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ 3 പേർക്കും ഒരുമിച്ച് പോരാ, ഈ കോഴിക്കോട് ജില്ലയിലെ 13 UDF MLA-മാർക്കും ഒരുമിച്ചൊരു ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട UDF പ്രവർത്തകരെ നിങ്ങൾ കർമ്മരംഗത്തിറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് UDF.